വിശുദ്ധ വേദപുസ്തകത്തിലെ റോമാലേഖനം 15-ാം അധ്യായം അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യായമാണ്. 15-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ഒരു ദൈവത്തെ അത്രേ പരിചയപ്പെടുത്തുന്നത്. 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നാൽ സമാധാനത്തിന്റെ ദൈവം, സമാധാനം നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അത്രേ പറയുന്നത്. എന്നാൽ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവത്തെക്കുറിച്ചാണ് ദൈവവചനം അവിടെ രേഖപ്പെടുത്തുന്നത്. സ്വർഗത്തിലെ ദൈവം സ്ഥിരത നൽകുന്ന ദൈവമാണ്, ആശ്വാസം നൽകുന്ന ദൈവമാണ്, അവൻ സമാധാനം നൽകുന്ന ദൈവമാണ്, അപ്പോൾ തന്നെ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ, അവൻ അടുത്ത മാസം, അടുത്ത വർഷം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദുരനുഭവങ്ങളും മാറ്റി ഒരു നല്ല കാലം വരും, ഒരു ശുഭഭാവി ഉണ്ടാകും എന്നുള്ളതാണ് ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യം ഇങ്ങനെ പറയുന്നത്, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നതാകട്ടെ, യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആ പ്രത്യാശയ്ക്ക് നൽകുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് അത്രേ. എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു കാലത്ത് നാം പ്രത്യാശയില്ലാത്തവരായിരുന്നു. പ്രത്യാശയില്ലാതിരുന്ന നമ്മെ പ്രത്യാശ നൽകി ഉറപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, നമ്മെ എൻകറേജ് ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് തുടർന്നുള്ള സമയങ്ങൾ ദൈവവചനത്തിലൂടെ ഞാൻ സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ, ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ വചനം പ്രത്യാശ നൽകുന്ന ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം അബ്രഹാമിനെ ആശിപ്പിച്ച ഒരു ദൈവത്തെക്കുറിച്ചാണ്. കൽദയ പട്ടണമായ ഊരിൽ അബ്രഹാം ആയിരുന്നപ്പോൾ 75 വയസ്സുള്ള അബ്രഹാമിന് 65 വയസ്സുള്ള സാറയ്ക്ക് അവർ ജീവിതത്തോട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞു, സമരസപ്പെട്ട് കഴിയുകയാണ്. അവരുടെ ആശയെല്ലാം നിരാശകളായി മാറുകയാണ്. ഒരു തലമുറ ഉണ്ടാകുമെന്ന് അവർക്കിനി ആശയില്ല. കാരണം ഓൾറെഡി അവരുടെ ശരീരം ഡെഡായി കഴിഞ്ഞിരിക്കുകയാണ്, ഓൾമോസ്റ്റ് ഡെഡായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരോട് പറയുകയാണ്, തേജോമയനായ ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറയുകയാണ്, അബ്രഹാമേ നീ വെളിയിലേക്ക് ഇറങ്ങി വരിക. നിലാവുള്ള രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുവാൻ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഈ നക്ഷത്രം എണ്ണുവാൻ കഴിയുമെങ്കിൽ നീ എണ്ണുക. അബ്രഹാം എണ്ണുകയാണ്. 100 എണ്ണി, 1000 എണ്ണി, 10,000 എണ്ണി, ലക്ഷങ്ങൾ എണ്ണി. അവൻ ഒടുവിൽ പറഞ്ഞു കാണും, ദൈവമേ ഇല്ല, എനിക്ക് ഈ നക്ഷത്രം എണ്ണി തീർക്കുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുവാൻ പോകുകയാണ്. രണ്ടാമത് ദൈവം പറയുകയാണ്, അബ്രഹാമേ നീ കടൽക്കരയിലേക്ക് പോകുക, കടൽക്കരയിലെ മണൽ നിനക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞു, ഇല്ല ദൈവമേ, ഒരിക്കലും അത് എൻ്റെ ചിന്തയ്ക്ക് അപ്പുറമാണ്, എനിക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നൊരു കാര്യമല്ലല്ലോ അത്. സ്വർഗത്തിലെ ദൈവം അവനോട് പറയുകയാണ്, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. മൂന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്, അവൻ ഭൂമിയിലെ പൊടിയെ നീ നോക്കുക, അതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരുന്ന ദൈവമാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ, തേജോമയനായ ദൈവത്തിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാം വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ, എങ്ങനെ അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ, തന്റെ ശരീരം ഓൾറെഡി ഡെഡായെന്ന് അവൻ അറിയാം, അവൻ സാറയുടെ ഗർഭപാത്രം ഓൾമോസ്റ്റ് ഡെഡായെന്ന് അവൻ അറിയാം. ആ നിർജീവത്വം ഗ്രഹിച്ചിട്ടും ആശയ്ക്ക് വിരോധമായി അവൻ ആശയോടെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആമേൻ, ആശ നൽകിയ ദൈവം, തലമുറയെക്കുറിച്ച് പ്രതീക്ഷയും പ്രത്യാശയും നൽകിയ ദൈവം, ആ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിടുകയാണ്. എണ്ണിക്കൂടാത്ത പോലെ സ്വർഗത്തിലെ ദൈവം അവന് തലമുറയെ കൊടുക്കുകയാണ്. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സകല ഇസ്ലാം മതവിശ്വാസികളുടെയും പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അബ്രഹാം അത്രേ പിതാവ്. അവൻ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളോട്, യഹൂദന്മാരോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അബ്രഹാം അത്രേ നമ്മുടെ പിതാവ്. അവൻ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, അവൻ എല്ലാ വൻകരകളിലും ജീവിച്ചിരിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ, പുതിയ നിയമവിശ്വാസികളോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അബ്രഹാം അത്രേ ഞങ്ങളുടെ പിതാവ്. അവൻ ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ, ദൈവം ഒരു ആശ കൊടുത്തെങ്കിൽ, ദൈവം ഒരു പ്രതീക്ഷ കൊടുത്തെങ്കിൽ, ദൈവം അവനെ കുറിച്ച് ഒരു പദ്ധതി പറഞ്ഞെങ്കിൽ ദൈവം അത്
നിറവേറ്റിയ ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെങ്കിലും, ഒരു പ്രത്യാശയ്ക്കും വകയില്ലെങ്കിലും, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തെ ചൊല്ലി നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, ആമേൻ, 100 വയസ്സുള്ള 90 വയസ്സുള്ള അബ്രഹാമിന് വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്ത ദൈവം, നിർവഹിച്ചു കൊടുത്ത ദൈവം എൻ്റെ ദൈവമാണ്, നിങ്ങളുടെ ദൈവമാണ്, നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമുക്ക് പ്രത്യാശ മാത്രമല്ല, തുടർന്ന് ആ വാഗ്ദത്തം നിറവേറ്റുകയും ചെയ്യുന്ന ദൈവമാണ്. അബ്രഹാമിന് ദൈവം നമ്മുടെ ദൈവം അത്രേ. അതുകൊണ്ടല്ലേ ദൈവവചനം ഇങ്ങനെ പറയുന്നത്, വിട്ടു പോകുവാൻ അവൻ ഇടയുണ്ടായിരുന്നിട്ടും മടങ്ങി പോകാഞ്ഞതുകൊണ്ട് അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നതേ ഇല്ല. രണ്ടാമതായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഏലിയാവിനെയാണ് കാണുന്നത്. ബേർശേബയുടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഇസബേൽ എന്ന ആമേൻ ആ ദുഷ്ട സ്ത്രീയുടെ വാക്ക് ഒരു ദൂതൻ കൊണ്ടുവന്ന് ഏലിയാവിന്റെ ചെവിയിൽ എത്തിക്കുകയാണ്. ആ ദൂതൻ പറഞ്ഞ വാക്കിന് മുൻപിൽ ഏലിയാവ് മരണം കൊതിച്ച് ക്ഷീണിച്ച് തളർന്ന് അവശനായി ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആമേൻ അവന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷിക ദൂതൻ, മനുഷ്യൻ അയച്ച ദൂതൻ ഏലിയാവിനെ ക്ഷീണിപ്പിച്ചെങ്കിൽ, തളർത്തിയെങ്കിൽ, ആ വാക്ക് അവനെ അവൻ പരാജയ ഭീതിയിലേക്ക്, മരണഭീതിയിലേക്ക് തള്ളിവിട്ടെങ്കിൽ, അവൻ ഇപ്പോൾ കടന്നു വരുന്നത് മനുഷ്യൻ അയച്ച ദൂതനല്ല, മറിച്ച് ദൈവം അയച്ച ദൂതനാണ്. ആ ദൂതൻ തന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്നതാണ്. മാനുഷ്യ വാക്ക് നിന്നെ തളർത്തുമ്പോൾ, മാനുഷ്യ വാക്ക് നിന്നെ ക്ഷീണിപ്പിക്കുമ്പോൾ, മാനുഷ്യ വാക്ക് നിന്നെ ആമേൻ പരാജയത്തിലേക്ക് തള്ളിവിടുമ്പോൾ, ദൈവത്തിന്റെ ദൂതൻ നിന്നോട് പറയുന്ന വാക്ക് അല്ല, ദൈവം തരുന്ന വാക്കുകൾ ആമേൻ നിന്നെ ബലപ്പെടുത്തുന്നതാണ്, നിന്നെ ശക്തിപ്പെടുത്തുന്നതാണ്, നിന്നെ അവിടെ നിന്നും താങ്ങി എഴുന്നേൽപ്പിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില വാക്കുകൾ നിമിത്തം മനോവ്യസനം ഹേതുവായി മനസ്സിടിഞ്ഞ് ആത്മഹത്യ ചെയ്താൽ, അല്ലെങ്കിൽ മരിച്ചാൽ മതി, എന്തിനാണ് ജീവിക്കുന്നത് എന്ന് താങ്കൾ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ ദൂതൻ ആമേൻ ഈ വചന ശുശ്രൂഷ ആമേൻ നിങ്ങൾക്ക് നൽകി തരുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളെ ബലപ്പെടുത്തുവാനാ, നിങ്ങളെ ധൈര്യപ്പെടുത്താനാ, നിങ്ങളെ സഹായിക്കുവാനാണ്. ചൂരച്ചെടിയുടെ ചുവട്ടിൽ മരണം കാത്തുകിടക്കുന്ന ഏലിയാവിനെ തട്ടി ഉണർത്തി ദൈവം ഇങ്ങനെ പറയുകയാണ്, ഏലിയാവ് എഴുന്നേൽക്ക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ. ആമൻ ഉറക്കം ഉണർന്നു നോക്കുമ്പോൾ കാണുകയാണ് ആമൻ അപ്പവും വെള്ളവും വെച്ചിരിക്കുകയാണ്. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നുറങ്ങുകയാണ്. അവന്റെ ക്ഷീണം മാറ്റുന്നതായിരുന്നെങ്കിൽ രണ്ടാമത് വീണ്ടും ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ പറയുകയാണ്, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ. മാത്രമല്ല ചില ശുശ്രൂഷ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാണ്. എന്താണ് ശുശ്രൂഷ? യേഹൂ, ആമൻ, ഹസായേൽ, ഈ 2 രാജാക്കന്മാരെ നീ അഭിഷേകം ചെയ്യണം. മൂന്നാമതായിട്ട് നിനക്ക് പകരമായി ഒരു പ്രവാചകനെയും അഭിഷേകം ചെയ്യണം. ഈ 3 ശുശ്രൂഷ ദൈവം തന്നെ ഏൽപ്പിച്ചപ്പോൾ ആമൻ ആ വാഗ്ദത്തത്തിന് മുമ്പിൽ, ആ പ്രവചനത്തിന് മുമ്പിൽ, ആ ദൂതിന് മുമ്പിൽ ഏലിയാവ് ചാടി എഴുന്നേറ്റ് ആമൻ 40 ദിവസം ഉപവാസം ഇരിക്കുകയാണ്. ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. ഉപവാസത്താൽ 40 രാവും പകലും ദൈവത്തിന്റെ പർവ്വതമായി ഹോരേബോളം നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോ ഇന്ന് ദൈവവചനത്തിലൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണോ, തളർന്നിരിക്കുകയാണോ, വിഷമിച്ചിരിക്കുകയാണോ, നിരാശപ്പെട്ടിരിക്കുകയാണോ, മരണം കൊതിച്ചു കിടക്കുകയാണോ? വചനത്തിന്റെ ഈ ഒരു മുറിയാട തിന്നാമോ? പരിശുദ്ധാത്മാവിന്റെ വെള്ളം കുടിക്കാമോ? ആമേൻ, ആ ബലത്തിന്റെ, ആ അപ്പത്തിന്റെ, ആ വെള്ളത്തിന്റെ ബലം കൊണ്ട് 40 രാപ്പകൽ നടക്കുവാൻ, ശുശ്രൂഷ ചെയ്യുവാനുള്ള അഭിഷേകവും അധികാരവും നിയോഗവും ദൈവം അതിൽ ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുകയാണ്. മരണം കൊതിച്ചവനെ സ്വർഗത്തിലെ ദൈവം 3 കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ കൈമാറുകയാണ്. ഒന്നാമത്തെ കാലഘട്ടം പഴയ നിയമ ആഹാബിന്റെ ഇസബേലിന്റെ കാലഘട്ടത്തിൽ, അഥവാ പഴയ നിയമ ഇസ്രയേലിന്റെ മധ്യത്തിൽ. ദൈവം കൊടുക്കുന്ന രണ്ടാമത്തെ കാലഘട്ടം യേശു ക്രിസ്തു ഇഹലോകത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മറുരൂപമലയിൽ ഏലിയാവിന് ശുശ്രൂഷ ദൈവം നൽകുകയാണ്. മൂന്നാമത്തെ ശുശ്രൂഷ ഇനിയും യഹൂദന്റെ വീണ്ടെടുപ്പിന്റെ മധ്യത്തിൽ, ആന്റിക്രൈസ്റ്റിന്റെ ഭരണത്തിന്റെ മധ്യത്തിൽ വീണ്ടും ഏലിയാവ് ഈ ഭൂമിയിലേക്ക് ശുശ്രൂഷിപ്പാൻ ഇറങ്ങി വരുവാൻ ഇടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് അവൻ മരിക്കാൻ കൊതിച്ചവന് വീണ്ടും വീണ്ടും ശുശ്രൂഷ നൽകുകയാണ്. 2 രാജാക്കന്മാരെയും ഒരു പ്രവാചകനെയും അഭിഷേകം ചെയ്യാൻ ദൈവം അവനെയാണ് കണ്ടത്. മൂന്നാമത്തെ ചിന്ത, അവൻ എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവൻ ഉണങ്ങിയ അസ്ഥികളെ കുറിച്ച് ഒരു പ്രത്യാശയുമില്ലാതെ ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ
ഉണങ്ങിയ അസ്ഥികളോട് ദൈവവചനം പ്രസംഗിക്കുക. നീ കാറ്റിനോട് ദൈവവചനം പ്രസംഗിക്കുക. ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. അവരെ കുഴിയിൽ കിടക്കുകയാണ്, അവർ ചിതറി കിടക്കുകയാണ്. അവൻ തലയോട്ടി ഏതാണ്, കാലേതാണ്, നെഞ്ചിൻ കൂടെ ഏതാണ്, കൈവിരലുകൾ ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ചിതറിക്കിടക്കുന്ന, ഏറ്റവും ഡ്രൈ ആയിരിക്കുന്ന, ഏറ്റവും അധികമായിരിക്കുന്ന ഇസ്രായേലിന് അങ്ങനെ ഭവിച്ചു എന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ ഈ അസ്ഥികളെ മാംസം വെച്ച് പിടിപ്പിച്ച്, ത്വക്ക് വെച്ച് പിടിപ്പിച്ച് ഞാൻ അവരുടെ ഉള്ളിൽ ജീവശ്വാസം വരുത്തി ഇസ്രായേലിനെ ഒരു വലിയ മഹാസൈന്യമാക്കി ഞാൻ മാറ്റുവാൻ പോകുകയാണ്. നിങ്ങൾ അസ്ഥിയോട് അസ്ഥിയായി തീർന്നെങ്കിലും ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ, അതിന് ഭംഗം വന്ന് യാതൊരു പ്രതീക്ഷയ്ക്കോ യാതൊരു ആശയ്ക്കോ വകയില്ലാതെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പറയുന്നു, ഉണങ്ങിയ അസ്ഥികളെ ഒരു സൈന്യമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തിന് നമ്മെ, നമ്മുടെ സഭയെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ മുഴുവനും ഉള്ള അനുഭവങ്ങളെ വർദ്ധിപ്പിക്കാൻ, വളർത്തുവാൻ, മാനിപ്പാൻ കഴിയുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആ ആശ തരുന്ന ദൈവം അല്ല, വാഗ്ദത്തം നിറവേറ്റുന്ന ദൈവം, പ്രത്യാശ തരുന്ന ദൈവം, ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാട്ടെ. ഒന്ന്, അബ്രഹാമിനെ മക്കളെ കുറിച്ചുള്ള ആശ കൊടുത്ത് മാനിച്ച ദൈവം. രണ്ട്, മരണം ആഗ്രഹിച്ച ഏലിയാവിന് അടകൊടുത്ത്, വെള്ളം കൊടുത്ത്, അഥവാ വചനം കൊടുത്ത്, പരിശുദ്ധാത്മാവ് കൊടുത്ത്, ദൂരയാത്രയും ശുശ്രൂഷയും കൊടുത്ത് മാനിച്ച ദൈവം. മൂന്ന്, ഉണങ്ങിയ അസ്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശയ്ക്കും വകയില്ലെങ്കിലും അതിനെ ഒരു സൈന്യമാക്കി തീർത്ത ദൈവം. നാലാമത്തെ ചിന്ത, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവർ 4 യാമവും അധ്വാനിച്ചതാണ്. സന്ധ്യായാമം, പാതിരായാമം, കോഴികൂവുന്ന യാമം, പ്രഭാതയാമം. കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും അവർ വല വീശു നോക്കിയിട്ടതാണ്. അവർ പടകിന്റെ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും ആഴത്തിലും വീശിയതാണ്. പക്ഷെ കർത്താവിന്റെ വാക്ക്, വല കഴുകി കെട്ടിയവനെ സ്തോത്രം. ദൈവം പറയുകയാണ്, ഒന്നും കൂടെ വലയുടെ കെട്ടൊന്ന് അഴിച്ചാട്ടെ, വലയൊന്ന് കരങ്ങളിൽ എടുത്താട്ടെ, പടകിന്റെ വലത്തു ഭാഗത്ത് വീശ്, ആഴത്തിലേക്ക് വീശ്. എന്നാൽ പെരുത്ത മീൻകൂട്ടം, പടക് മുങ്ങുമാറാകും, വല കീറാറാകുവോളം ഒരു പെരുത്ത മീൻകൂട്ടം കർത്താവ് കൊടുത്തെങ്കിൽ 153 വലിയ മീനുകളെ ജീവിതത്തിൽ ഇന്നുവരെ പിടിച്ചിട്ടില്ലാത്ത നിലകളിൽ ഒരു ചാകര കൊടുത്ത് ദൈവം മാനിച്ചെങ്കിൽ, ഓ ഹല്ലേലൂയ, കർത്താവിന്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നു, ഞാനൊരു പ്രത്യാശ തരുന്നു, ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ ഊടും ഭാവം തരുന്നു, ഞാൻ നിനക്ക് അർത്ഥം തരുന്നു, ഞാൻ നിനക്ക് ശോഭനമായൊരു ഭാവി വാഗ്ദത്തം ചെയ്യുകയാണ്. യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയിൽ പ്രത്യാശ വെക്കുക. എന്തെല്ലാം പ്രത്യാശ വെക്കുന്നത്? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതെ, ഞാൻ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. വീണ്ടും ദൈവവചനം പറയുന്നു, ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയമാണ്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നിന്റെ ജോലിയെക്കുറിച്ച്, നിന്റെ സഭയെക്കുറിച്ച്, നിന്റെ ശുശ്രൂഷയെക്കുറിച്ച്, ആത്മാക്കളെ കുറിച്ച്, ദേശത്തെ കുറിച്ച്, നിനക്ക് എന്തെല്ലാം പ്രതീക്ഷകളുണ്ടോ, എന്തെല്ലാം പ്രത്യാശകളുണ്ടോ, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, ദൈവഹിതമുള്ള എല്ലാത്തിനും നിങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നന്മ തരുന്ന ദൈവം അല്ല. പ്രത്യാശ മാത്രമല്ല, ആ പ്രത്യാശ പൂവണിയത്തക്ക നിലകളിൽ, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകത്തക്ക നിലകളിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അവിടത്തേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇന്ന് അബ്രഹാമിന് പ്രത്യാശ കൊടുത്ത ദൈവം, ഏലിയാവിന് പ്രത്യാശ കൊടുത്ത ദൈവം, ഉണങ്ങിയ അസ്ഥികൾക്ക് പ്രത്യാശ കൊടുത്ത ദൈവം, വല കഴുകി കെട്ടിയ പത്രോസിന് പ്രത്യാശ നൽകിയ ദൈവം. പ്രത്യാശ മാത്രമല്ല, അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു, മാനിച്ചു, വിടുവിച്ച്, ഉയർത്തി, വിശാലപ്പെടുത്തിയ മാനിച്ച ദൈവം. വാസ്തവമായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഈ വചന ശുശ്രൂഷ കേട്ട പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നതോർത്ത് സ്തോത്രം. മഹത്വമെല്ലാം അവിടുന്ന് എടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. അപ്പച്ചൻ കൈവച്ച് ആശീർവദിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഐശ്വര്യമായി സഹായിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കേൾക്കുന്നതെങ്കിൽ, അല്ല ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അങ്ങനെ ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായി എന്നെ ഏത് സമയത്തും വിളിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കട്ടെ. നാളെ മറ്റൊരു ചിന്തയുമായി നിങ്ങളെ സമീപിക്കുന്നതുവരെയും അവിടെയും ഇവിടെയും ദൈവം നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.